ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഒരു വോക്സ്വാഗൺ ടോറക വണ്ടി 2012 ആണ്. വണ്ടി കസ്റ്റമർ വണ്ടി ഹൈവേയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓഫായിപ്പോയി എന്ന കസ്റ്റമർ വണ്ടി നമ്മൾ റിക്കവർ ചെയ്ത വണ്ടിയാണ്. റിക്കവർ ചെയ്ത വണ്ടി വന്ന് നമ്മൾ ചെക്ക് ചെയ്തു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഫർദറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കാനർ വെച്ച് നമ്മളാദ്യം ചെക്ക് ചെയ്തായിരുന്നു. സ്കാനർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ എൻജിൻ കൺട്രോൾ യൂണിറ്റ് നോ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവണില്ല. ആ ഒരു ഫോൾട്ട് ഉണ്ട്. പിന്നെ അതിൽ മേജറായിട്ടുള്ള കൺട്രോൾ മൊഡ്യൂൾ എല്ലാത്തിലും ECMന്റെ കമ്മ്യൂണിക്കേഷൻ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫർദറായിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ ഫോൾട്ട് ഉണ്ട്. ടെർമിനൽ 13 ഓപ്പൺ സർക്യൂട്ട് കാണിക്കുന്നുണ്ട് ഫ്യൂൽ പമ്പിൻ്റെ അതിൽ. അപ്പോൾ നമ്മൾ ഫ്യൂൽ പമ്പ് ഏരിയയും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഫുള്ള് വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. ഈ മോഡലിൻ്റെ ഫ്യൂൽ പമ്പ് വരുന്നത് റിയർ റൈറ്റ് സൈഡ് പാസഞ്ചർ സീറ്റിൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ബാക്കിലൊരു സീറ്റ് അഴിച്ചു മാറ്റിയിട്ട് പുറത്ത് വെക്കണം. അപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റി പുറത്ത് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്ക് ചെയ്ത് വയറിംഗ് എല്ലാം ചെക്ക് ചെയ്തു. വയറിംഗ് ചെക്ക് ചെയ്തപ്പോൾ ECMന്റെ ഫ്യൂൽ പമ്പ് കൺട്രോൾ മൊഡ്യൂൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണില്ല, പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറിംഗ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. വയറിംഗ് ചെയ്തപ്പോൾ വയറിംഗ് ഷോർട്ടൊന്നും കാണാനില്ല. പക്ഷേ സപ്ലൈ വരുന്നില്ല, ഫ്യൂൽ പമ്പിലോട്ട് സപ്ലൈ വരുന്നില്ല. നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ മൊഡ്യൂള് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു. ഫ്യൂൽ പമ്പിൻ്റെ മൊഡ്യൂള് ഓക്കെയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിൻ്റെ മൊഡ്യൂളിലേക്ക് ടോട്ടല് ഒരു 5 പിന്ന് കണക്ഷനാണ് ഫ്യൂൽ പമ്പിൻ്റെ മൊഡ്യൂള്. അപ്പോൾ നമ്മൾ വയർ ഡാമിൽ ചെക്ക് ചെയ്തതിൽ 2 ഫ്യൂൽ പമ്പിലേക്കും പിന്നെ 3 ഒരു ഗ്രൗണ്ടും പിന്നെ 2 ECMന്റെ പിന്നോട്ടാണ് വയർ. അപ്പോൾ ECMന്റെ വയർ അതുവരെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ഇഷ്യൂ ഒന്നും കണ്ടില്ല. ഇനി നമുക്ക് ECM ചെക്ക് ചെയ്യണം. അതേപോലെ എഞ്ചിൻ റൂമിൽ എന്തെങ്കിലും ഇഷ്യൂ വയറിംഗ് ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ ഇഷ്യൂ ആയിരുന്നില്ല, അത് ഫ്യൂൽ പമ്പിൻ്റെ ഇഷ്യൂ അല്ല, വേറെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഇതിലിപ്പോൾ ECM കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒന്നാമത് ECM മറ്റുള്ള മൊഡ്യൂളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ECM നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ECM നോ റെസ്പോൺസാണ് കാണിക്കുന്നത്. അപ്പോൾ ECM എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ നോ റെസ്പോൺസാണ്. അപ്പോൾ ECM കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല. അപ്പോൾ ECMന്റെ കമ്മ്യൂണിക്കേഷൻ ലൈനും ECM എന്തുകൊണ്ടാണ് ECM ഓൺ ആവുന്നുണ്ടോ അതും ചെക്ക് ചെയ്യണം. ECMന്റെ പവർ സപ്ലൈയും ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ECM വരുന്നത് നമ്മുടെ കൗൾ ടോപ്പ് അയക്കണം. കൗൾ ടോപ്പിന് അടിയിലാണ്, റൈറ്റ് സൈഡായിട്ട് കൗൾ ടോപ്പിന് അടിയിലാണ് ECM വരുന്നത്. അപ്പോൾ നമ്മൾ വയറിംഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറിംഗ് ലുക്കിംഗ് എല്ലാം ഓക്കെ ആണ്. വയറിംഗ് ഇങ്ങനെ ഷോർട്ടൊന്നും കാണാനില്ല. അതേപോലെ ECMന്റെ നമ്മൾ ഫ്യൂസ് എല്ലാം ചെക്ക് ചെയ്തു. ഫ്യൂസ് എല്ലാം ഓക്കെയാണ്. ഫ്യൂസ് വേറെ ഡാമേജ് ഇല്ല, വലിയ ഫ്യൂസിന് ഡാമേജ് ഒന്നും ഇല്ല. ഫ്യൂസ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മളിന്ന് വയറിംഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ECM കമ്മ്യൂണിക്കേഷൻ ആവില്ല, ECM പവറില്ല. അപ്പോൾ ECMന്റെ ചെക്ക് ചെയ്യുമ്പോൾ ECM വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് പാസഞ്ചർ റൈറ്റ് സൈഡ് കൗൾ ടോപ്പിനകത്താണ്. ഇവിടെയാണ് ECM ലൊക്കേറ്റ് ആവുന്നത്. ECM നമ്മൾ അഴിച്ചെടുത്തു. ECMൽ വയറിങ്ങിലൊന്നും വേറെ പ്രശ്നമില്ല. ECM നമ്മൾ ഓൾറെഡി അഴിച്ചെടുത്തു. ECMന്റെ പിന്നും എല്ലാം ഓക്കെയാണ്, വയറെല്ലാം ഓക്കെയാണ്. അതേപോലെ വയറിങ്ങുകളൊന്നും ഷോർട്ടായിട്ടൊന്നും കാണില്ല. വയറെല്ലാം ഓക്കെയാണ്. ലുക്കിംഗ് ഗുഡാണ് ഓൾറെഡി. ഇതാണ് ഈ 2 വയറാണ് ECMന്റെ വയർ വരുന്നത്. ഇത് ഓക്കെയാണ്. അതേപോലെ പവറും ഗ്രൗണ്ടും സപ്ലൈ വരുന്നത് ഈ പിന്നിലൂടെയാണ്. അപ്പോൾ ഇതും ഓക്കെയാണ് ഓൾറെഡി. ECM അഴിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ECMന്റെ പിന്നോട്ട് നോക്കുന്ന സമയത്ത് പിന്നോട്ടൊന്നും ബ്ലോൺ ആയിട്ടൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളിതിൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ ചെക്ക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓക്കെയാണ്. ക്യാൻ വയർ ചെക്ക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഡിസ്മാൻഡിൽ ECM ഒന്ന് അഴിച്ചിട്ട് ബോർഡ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതുവരെ ചെക്കിങ് എത്തി നിൽക്കുന്നുണ്ട്. ബോർഡ് ഷോർട്ടേജും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ ECMന്റെ
ബോഷിൻ്റെ ECM ആണ്. ECM നമ്പർ MED 17.5. ഇതാണ് ECM നമ്പർ. ഹാർഡ്വെയർ H20. അപ്പോൾ ഇത് നമ്മളൊന്ന് അഴിച്ചു നോക്കട്ടെ. അതിൻ്റെ ഹാർഡ്വെയർ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അകത്ത് ഷോർട്ടാണ്. ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കത്തിപ്പോയി. ECM ബോർഡ് ഫുള്ള് കത്തിപ്പോയി. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓൾറെഡി ഷോർട്ടായിട്ടുണ്ട് ബോർഡ്. ഇത് റിപ്പയറിങ് നടക്കില്ല. ഇത് മാറിയിട്ട് രണ്ടാമത് പ്രോഗ്രാം ചെയ്യണം. അതായത് പവർ സപ്ലൈ സൈഡ് ഷോർട്ടായതാണ്. അതുപോലെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡ് ഡാമേജ് ആയ സ്ഥിതിക്ക് ഇത് റിപ്പയറിങ് പോസിബിൾ അല്ല. ബെറ്റർ മാറുന്നത് നല്ലത്. അപ്പോൾ മാറിയിട്ട് പ്രോഗ്രാം ചെയ്യണം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.